ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. ആൻഡ് ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസമാണ്. ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസത്തിന് ശ്രീകൃഷ്ണന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തായാലും ഇന്ന് വലിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പോളണ്ടും റഷ്യയുമായിട്ടുള്ള ആക്രമണം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ തുടക്കം മുതലേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ കമന്റിൽ തന്നെ ആൾക്കാർ വന്നത് ശരിവെക്കുന്നുണ്ട്. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് മോക്ക് ഡ്രില്ല് തുടങ്ങാനുള്ള മെസ്സേജൊക്കെ വന്നു എന്നുള്ള കമന്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വാർത്തയിൽ നമ്മളിത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇന്ന് അതിന്റെ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അപ്ഡേറ്റ്. മൂന്നാം ലോക മഹായുദ്ധം തൊട്ടരികെ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വലിയ അപ്ഡേറ്റ്. റഷ്യയുടെ എപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് യുക്രൈൻ അല്ല, അത് നാറ്റോയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. ട്രംപും നാറ്റോയുമായിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നു, നാറ്റോയും റഷ്യയുമായിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നു. പക്ഷേ ആത്യന്തികമായിട്ടുള്ള നഷ്ടം അമേരിക്കയ്ക്ക് വരും എന്നുള്ളത് കൊണ്ട് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കൊടുമ്പിരി കൊണ്ട ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇപ്പൊ ട്രംപ് നാണം കെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് വലിയ രീതിയിൽ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംസാരം കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം ഒഴിവാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, പോളണ്ടിലേക്കൊക്കെ അദ്ദേഹം പോയി. പല ആൾക്കാരും ആ സമയം ചോദിച്ചത് എന്തിനാണ് പോളണ്ടിലേക്കൊക്കെ പോകുന്നത്. ഇതായിരുന്നു കാര്യം. നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ്, പോളണ്ട് എന്ന് പറഞ്ഞാൽ നാറ്റോയുടെ ഗേറ്റ്വേ ആണ്, കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ പോളണ്ട് അതിർത്തിയിലേക്ക് നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത വാർത്ത എന്ന് പറയുന്നത്, പോളണ്ട് അതിർത്തിയിലേക്ക് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി, പോളണ്ട് അത് തടഞ്ഞു. ഇപ്പോ നാറ്റോ ഓപ്പറേഷൻ ഈസ്റ്റേൺ സെൻട്രി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ഈ പോളണ്ടിനെ കൂടാതെ മറ്റൊരു നാറ്റോ രാജ്യത്തെ കൂടെ റഷ്യ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നു. റൊമേനിയാണ് ആ രാജ്യം. നേരത്തെ റൊമേനിയയുടെ ഒരു അതിർത്തിയിൽ ഒരു വിമാനം പറത്തിയതാണ് റഷ്യ. ആ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് റൊമേനിയ. F-16 വിമാനങ്ങൾ എടുത്ത് അതിർത്തിയിൽ വിന്യസിച്ചു. ഈ വാർത്ത എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പ് നമ്മൾ കൊടുത്തതാണ്. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇപ്പോ യഥാർത്ഥത്തിൽ ഡ്രോണുകൾ വിട്ടിരിക്കുകയാണ് റൊമേനിയയിലേക്ക്. ഇപ്പോ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഓപ്പറേഷൻ ഈസ്റ്റേൺ സെൻട്രി എന്ന് പറയുന്നത് ഈ റഷ്യയും ബെലാറസുമാണ് ഈ ആക്രമണം തുടങ്ങാനായിട്ട് സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് റഷ്യയുടെ അതിർത്തിയിലും പോളണ്ടിലും സമ്പൂർണ്ണമായിട്ട് പോളണ്ടിനെ സംരക്ഷിക്കാനായിട്ട് അവിടെ നാറ്റോ സേനയുടെ സുരക്ഷ അവർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പോരാത്തതിന് സെപ്പാഡ് വരികയാണ്. റഷ്യയുടെ ഇത്തവണത്തെ സെപ്പാഡ് സംയുക്ത സൈനിക അഭ്യാസം അതിൽ ഇന്ത്യയും ഉണ്ട്. അത് പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്ന് ബെലാറസിന്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വരുന്നത്. യൂറോപ്പിലെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള നാറ്റോയുടെ US ജനറൽ അലക്സ് ഗ്രീൻബാൾട്ട് അദ്ദേഹം ബ്രസൽസിലെ നാറ്റോ ആസ്ഥാനത്ത് വെച്ച് സംഭവങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, സുരക്ഷ വർദ്ധിപ്പിക്കണം, റഷ്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഇനി ആക്രമണം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റിയിലേക്ക് അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊണ്ട് നിരത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രാൻസിന്റെ റഫേൽ ജെറ്റുകൾ, ഡെൻമാർക്കിന്റെ F-16 ജെറ്റ് യുദ്ധവിമാനങ്ങൾ, കരയിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അവിടെ വിന്യസിച്ച് കഴിഞ്ഞു. ഇതോടൊപ്പം പോളണ്ടിന്റെ തീരത്ത് വലിയ സംയുക്ത സേന വന്നിട്ടുണ്ട്. നാറ്റോയുടെ വേലികൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ വിടവുകൾ നികത്തുകയാണ് ഇപ്പോൾ എന്നുള്ള റിപ്പോർട്ടുണ്ട്. നാറ്റോ ഗ്രൂപ്പിന്റെ മുഴുവൻ കിഴക്കൻ ഭാഗവും അവർ ശക്തിപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്, പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പോരാത്തതിന് പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രി വ്ളാഡിസ്ലാവ് കാമിസ് ഈ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിക്കുകയാണ്. വളരെ നന്നായി, ഇങ്ങനെ തന്നെ വേണം. പോളണ്ട് കുറച്ച് ശൗര്യമുള്ള ഒരു രാജ്യമാണ്, അവരങ്ങനെ ഇങ്ങനെയൊന്നും കീഴടങ്ങി കൊടുക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രി വന്നു. അദ്ദേഹം എക്സിൽ എഴുതിയത്, ആവശ്യം വരുന്നിടത്തെല്ലാം നമ്മൾ സജീവമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എക്സിൽ എഴുതിയത്. ഇനി അടുത്തൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, പോളിഷ് അതിർത്തിയിൽ ഈ ഡ്രോണുകൾ റഷ്യ പ്രവേശിപ്പിച്ചത് അത് കൈതട്ടിപ്പോയതാണെന്നാണ് റഷ്യ പറയുന്നത്. ഈ സംഭവം റഷ്യ നിഷേധിച്ചു. അത് കൈതട്ടിപ്പോയതിന്റെ സംഭവം അബദ്ധത്തിൽ പ്രവേശിച്ചതാണ് സഖ്യകക്ഷിയായിട്ടുള്ള ബെലാറസും പറയുന്നുണ്ട്. ഇതിന് പോളണ്ടാണ് ഉത്തരവാദി എന്നാണ് ഇതിന് ഒരു വിശദീകരണം കൊടുക്കുന്നത്. പോളണ്ട് ജാമറുകൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകളുടെ ആശയവിനിമയ സംവിധാനത്തെ കൺഫ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഡ്രോണുകൾ പോളണ്ടിലേക്ക് കയറിപ്പോയത് എന്നവർ പറയുന്നു. പക്ഷേ വിശകലന വിദഗ്ധർ പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ബ്രഹ്മോസ് മിസൈല് കൈതട്ടി പാകിസ്ഥാനിൽ ഒരു 3.5 മിനിറ്റ് കിടന്ന് കറങ്ങിയല്ലോ. ഈ ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പവർ പരിശോധിക്കാൻ, അതുപോലെ ഇവിടെ ഇവന്മാരുടെ പവർ ഒന്ന് പരിശോധിക്കാനായിട്ട് റഷ്യ നാറ്റോയുടെ തയ്യാറെടുപ്പുകൾ അളക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡ്രോൺ ആക്രമണം അങ്ങോട്ടേക്ക് നടത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നാറ്റോ പൂർണ്ണമായിട്ടും അവിടെ സജ്ജരായിരുന്നു. നാറ്റോ ഇത് മുന്നിൽ നിൽക്കുകയാണ്, ഈ സാധനം പൂർണ്ണമായിട്ടും സജ്ജരായിരുന്നു. അതിനിടയിൽ നിന്ന് റൊമാനിയയെ കൂടെ കയറി അടിച്ചിരിക്കുകയാണ് റഷ്യ. മൂന്നാം ലോക മഹായുദ്ധം തൊട്ടരികിൽ. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇത് പ്രേക്ഷകർ പലരും പറയുന്നുണ്ട് യുദ്ധ കൊതിയന്മാർ. അങ്ങനെയല്ല, ഫാക്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞാളൊരു യുദ്ധം വന്നാൽ നമ്മൾ ചർച്ച ചെയ്തേ മതിയാകും. അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തേ മതിയാകും. അപ്പൊ എന്താണ് തോന്നുന്നത്? മൂന്നാം ലോക മഹായുദ്ധം നമ്മൾ എപ്പോഴും പറയുന്നതാണ് മൂന്നാം ലോക മഹായുദ്ധം എന്ന്, അത് തൊട്ടരികിൽ നിൽക്കുകയാണോ? ഇത് നമ്മുടെ ഈ ചർച്ച ഞാൻ സ്ഥിരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. റഷ്യ ഈ നാറ്റോ സഖ്യത്തെ വലിച്ച് യുദ്ധത്തിലേക്ക് ഇടും.
അത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല റഷ്യക്ക്, എല്ലാവരും കൂടെ പെടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതിനവർക്ക് അതെ. വളരെ എളുപ്പവുമാണ്. എല്ലാവരും പറയുന്നത് അമേരിക്കയെ, എല്ലാവരുടെയും ധാരണ റഷ്യ നാറ്റോ ആക്രമിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയെ അല്ല. അമേരിക്ക റഷ്യയോട് ഡയറക്റ്റ് ഒരു ഫൈറ്റേ വരില്ല. പകരം ഇത് സംഭവിക്കാൻ പോകുന്ന റഷ്യയോട് ചുറ്റും കിടക്കുന്ന അനവധി നാറ്റോ രാജ്യങ്ങളുണ്ട്. ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അതിലൊന്ന് റൊമേനിയയാണ്. ഉക്രൈൻ നാറ്റോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പോളണ്ട് ഉണ്ട്. അനവധി ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഉം. അവർക്ക് ഈസി ആയിട്ട് ആക്രമണം നടത്താൻ പറ്റും. ഈ റൊമേനിയയെ കുറിച്ച് പറഞ്ഞാൽ, റൊമേനിയ റഷ്യയുടെ ഏറ്റവും അടുത്ത അവരുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു. പിന്നീട് അവർ പിണങ്ങി. ഇപ്പോൾ പക്ഷേ റഷ്യയുടെ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ നമ്മളിൽ നിന്ന് റൊമേനിയ വാങ്ങുന്നുണ്ട്. അങ്ങനെയും കൂടെ ഉണ്ട്. പക്ഷെ റൊമേനിയയായിട്ട് ഇപ്പൊ പറയത്തക്ക പ്രശ്നങ്ങൾ റഷ്യക്ക് ഇല്ല. പക്ഷെ പിന്നെ എന്താണ്, നാറ്റോയിലെ ഒരു അംഗരാജ്യമാണ് റൊമേനിയ, യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യമാണ് റൊമേനിയ. ഈ റൊമേനിയയ്ക്കും ഈ പോളണ്ടിനെ പോലെ തന്നെ ഉക്രൈനുമായിട്ടൊരു ദൂര അതിർത്തിയുണ്ട്. 650 കിലോമീറ്റർ അതിർത്തി ഈ ഉം. ഉക്രൈനുമായിട്ട് റൊമേനിയ പങ്കിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി റഷ്യക്ക് പോളണ്ടിന്റെ അടുത്ത് പറഞ്ഞതുപോലത്തെ കാര്യം പറയാൻ പറ്റും. ഞങ്ങള് ഈ ഡ്രോൺ അങ്ങനെ വന്നതാണ്. പക്ഷെ ഇതെങ്ങനെ പറയുമെന്ന് അറിയില്ല. കാരണം ഈ റൊമേനിയയുടെ 10 കിലോമീറ്റർ ഉള്ളിൽ ഈ ഡ്രോൺ എത്തിയെന്നും 50 മിനിറ്റ് നേരം ഈ ഡ്രോൺ അവിടെ ചെലവഴിച്ചു എന്നുമാണ് റൊമേനിയൻ വക്താക്കൾ പറയുന്നത്. അപ്പോൾ തന്നെ അവിടേക്ക് അവർ F-16 ഫൈറ്റർ ജെറ്റുകൾ പോവുകയും ഇതിനെ തുരത്തി ഓടിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ അവിടെ ജർമ്മൻ വ്യോമസേനയും ഒപ്പം തന്നെ ഈ യൂറോ ജെറ്റുകളും ഒക്കെ അവിടെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. അതായത് അവരും സജ്ജരാകുകയാണ്, റൊമേനിയയും സജ്ജരാകുന്നു ഒരു അറ്റാക്കിന്. അതായത് റഷ്യയുടെ നാലുപാടും വളയുക എന്നുള്ള ഉദ്ദേശം. ഓൾറെഡി യുക്രൈനിൽ ഈ സഖ്യത്തിന്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കുന്നു പോളണ്ട്, റൊമേനിയ. അങ്ങനെ അതിന്റെ അടുത്ത് കിടക്കുന്ന മറ്റ് ചെക്കോസ്ലോവേക്കിയ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ അടക്കം ഇതേപോലെ ആയുധവിന്യാസം നടത്തുകയാണ്. ഇപ്പോൾ സപ്പാർട്ട് 2025 അതിന്റെ 3ാമത്തെ ദിവസമാണ്. ഇന്നലെ അതിന്റെ അത് വലിയ പ്രാധാന്യത്തോടാണ് ഈ BBC CNN ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സപ്പാർട്ട് 2025 നടക്കുന്നത്. അപ്പം മിസൈലുകളൊക്കെ പോകുന്നു. ഇന്ന് 3ാമത്തെ ദിവസം, 7 ദിവസത്തെ ഒരു സൈനിക അഭ്യാസം അത്. അപ്പം ഇതിനകത്ത് വേറൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇതേ കണക്കൊരു സൈന്യാഭ്യാസം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നത്. അപ്പൊ ഇതൊരു സൈനികാഭ്യാസമാണ്. ഇതിന് തൊട്ടു പിന്നാലെ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇതിന് സമാനമായി തന്നെ പോളണ്ട് അവരുടെ അതിർത്തിയിൽ നാറ്റോയുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ സൈനികാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോളണ്ട് ഇപ്പോൾ അവരുടെ ഈ റിസർവ് സേനകളുണ്ട്, അവരുടെ പട്ടാളത്തെ, അവരെല്ലാം തിരിച്ച് വിളിച്ചിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും അത് തിരിച്ച് വിളിച്ചിരിക്കുന്നു. അതൊരു യുദ്ധം ആസന്നമാണ്. കാരണം സ്വാഭാവികമായി തന്നെ ഇവരുടെ നിയമം അനുസരിച്ച്, നാറ്റോയുടെ നിയമം അനുസരിച്ച്, നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തേ മതിയാവൂ. റഷ്യ അതിനൊരു വഴിമരുന്നിടുന്നു. അതായത് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനല്ല, അത് തുടരാൻ തന്നെ മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് പോളണ്ടിനുള്ളിൽ 30 കിലോമീറ്ററിനുള്ളിലായിരുന്നു റഷ്യൻ ഡ്രോണുകൾ എത്തിയതെങ്കിൽ ഇത് 10 കിലോമീറ്ററിനുള്ളിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന് കൈതട്ടിപ്പോയതാണോ ഇല്ലെങ്കിൽ മറ്റേ എററാണോ എന്താണെന്ന് നമുക്കറിയില്ല. റഷ്യ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ധനുഷ് പറഞ്ഞതൊക്കെ അവരുടെ വ്യോമാതിർത്തിയിലൊക്കെ മുമ്പ് ഈ റഷ്യൻ വിമാനങ്ങൾ അനവധി തവണ പറന്നു. ഒപ്പം തന്നെ ഈ യുക്രൈൻ നടത്തുന്ന വാറിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ ഈ റൊമേനിയയിൽ വീഴാറുണ്ടായിരുന്നു. ഇതൊക്കെ സ്വാഭാവികം. അത് വലിയൊരു സംഘർഷത്തിലേക്ക്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനത്തേതല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്, എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ യുദ്ധം പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നത്. പക്ഷെ തീർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. കാരണം സെലൻസ്കി ഒന്ന് അയയുമ്പോൾ പുടിൻ മുറുകയാണ്, പുടിൻ അയയുമ്പോൾ സെലൻസ്കി മുറുകുന്നു. എൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യാൻ കഴിയുന്നൊരു മാർഗം റഷ്യക്കെതിരെ എനിക്ക് ഉപരോധം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഞാൻ മാത്രം ഉപരോധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. G7-ഉം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും എല്ലാം ഉപരോധം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. റഷ്യ വരിഞ്ഞു ഇവിടെ ഒരു കൊടുക്കാൻ ഡൗട്ട് കഴിയും. ചോദിക്കട്ടെ. പലപ്പോഴും ട്രംപ് പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ ഉപരോധിക്കുന്നത് റഷ്യയെ സമ്മർദ്ദം ചെലുത്താനാണെന്ന്. ഒരു ഡൗട്ടാണ്, ഇത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതായത് ഇന്ത്യ സപ്പോസ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാതിരുന്നാൽ, റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ ഒരു ക്രാക്ക് വീണാൽ റഷ്യക്ക് ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പ്രയാസകരമാണ്. പ്രയാസകരം. കാരണം അപ്പൊ ഇന്ത്യയാണ് സാമ്പത്തികം റഷ്യയുടെ ഒരു ബാക്ക് ബോൺ. വലിയ എന്ന് പറയാൻ കഴിയില്ല. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് വില കുറച്ച് എണ്ണ കിട്ടുന്ന എവിടെ നിന്ന് നമ്മൾ വാങ്ങും? നമുക്ക് എണ്ണയാണ് വലുത്. കാരണം നമ്മൾ ആ എണ്ണ നമ്മുടെ ഇവിടെ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ആ എണ്ണ വിറ്റ്, ഈ ട്രംപ് പറയുന്ന കുറച്ചൊക്കെ സത്യമുണ്ട്, നമ്മൾ ആ എണ്ണ വിറ്റ് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏത് ബുദ്ധിമാനായ ഭരണാധികാരിയും ചെയ്യുന്നതേ മോദി ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ ആ എണ്ണ വാങ്ങാതെ വന്നു കഴിഞ്ഞാൽ റഷ്യക്ക് സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടും. സ്വാഭാവികമാണ്. റഷ്യ ഇപ്പൊ ആകെ അവർക്കുള്ള ഒരു ഇൻകം എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും വാങ്ങുന്ന വലിയ രീതിയിലുള്ള. ഇനി 3ാമത്തെ രാജ്യം ഏതാണ്? അതാണ് എനിക്ക് ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ, ഈ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന 3ാമത്തെ വലിയ രാജ്യം തുർക്കിയാണ്.
തുർക്കി നാറ്റോ സഖ്യത്തിലെ രാജ്യമാണ്. ഇത് കൂടാതെ 2 നാറ്റോ സഖ്യത്തിലെ രാജ്യം കൂടി അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച എണ്ണ ശുദ്ധീകരിച്ച് പ്രോസസ്സ് ചെയ്ത് പല രൂപത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. നമ്മൾ അമേരിക്കയിൽ നിന്ന് എണ്ണ എടുക്കുന്നുണ്ടല്ലോ, ക്രൂഡ് ഓയിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, ലാറ്റിൻ അമേരിക്ക എടുക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് എടുക്കുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിനകത്ത് അവസ്ഥ. ട്രംപ് പറയുന്നത് ഒരു കാര്യമുണ്ട്, അത് ഇതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നിർത്താൻ നമുക്ക് കഴിയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, റഷ്യ നമ്മളെ സംബന്ധിച്ച് 60% ആയുധങ്ങളും റഷ്യയുടെ എന്ന് മാത്രമല്ല, റഷ്യയും നമ്മളുമായിട്ടുള്ള ഒരു വലിയ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന പോലത്തെ ഒരു ബന്ധമാണ്. അത് പെട്ടെന്ന് മുറിച്ചു കളയാൻ നമുക്ക് കഴിയില്ല. എണ്ണ മേടിച്ചില്ലെങ്കിൽ പോലും ആ ബന്ധം നിൽക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണ് റഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് 2 ആഴ്ചക്ക് മുമ്പ് വന്നത്. ഞാൻ ഈ ചർച്ചയിൽ മുമ്പ് അന്ന് പറഞ്ഞിരുന്നു. റഷ്യ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഉപരോധം വന്ന് ഇന്ത്യയെ തടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഷിപ്പുകളെ തടഞ്ഞാൽ വലിയ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റഷ്യയാണ് മുന്നറിയിപ്പ് കൊടുത്തത്. അതായത് നമ്മൾ ഉപരോധം വന്നു കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ ഷിപ്പുകൾ തടയേണ്ടി വരുമല്ലോ, എണ്ണയും കൊണ്ടുവരുന്ന ടാങ്കറുകൾ. അങ്ങനെ അവർക്ക് പ്രൊട്ടക്ഷൻ ഞങ്ങൾ കൊടുക്കും, അത് തടഞ്ഞു കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പുതിയ റൂട്ടുകൾ അതും പറഞ്ഞു അദ്ദേഹം. പിന്നെ റഷ്യൻ അംബാസഡർ പറഞ്ഞു, ഞങ്ങൾ പുതിയ റൂട്ട് അതിനുവേണ്ടി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉപരോധവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ വേറൊരു റൂട്ട് വഴി കൊണ്ടുപോകാനായിട്ടുള്ള റൂട്ടും ഞങ്ങൾ ക്ലിയർ ആക്കിയിരിക്കുന്നു. എന്നിട്ട് അതായത് ചെന്നൈ വ്ളാഡിവസ്റ്റോക്ക് കോറിഡോർ അല്ലേ, കോറിഡോർ. അത് കൂടാതെ വേറെ ഏതോ ഒരു റൂട്ട് കൂടെ അവർ പറയുന്നുണ്ട്. ഞങ്ങളത് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്? ഇതെപ്പോ പറഞ്ഞതാണ്? 2 ആഴ്ചക്ക് മുമ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് പറഞ്ഞ കാര്യം. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറഞ്ഞത്? അവർ കരുതുന്നു ഒരു വലിയ ഉപരോധം വരും, ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഷിപ്പിന് അതുവഴി എണ്ണ കടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പുതിയൊരു റൂട്ട് നേരത്തെ കണ്ടെത്തി വെക്കണം. ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്, ഇതൊക്കെ അണിയറയിൽ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴതിന്റെ ലേറ്റസ്റ്റ് ഉള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എണ്ണ വാങ്ങാതിരിക്കാൻ കഴിയില്ല. ട്രംപ് പറയുന്നതൊക്കെ അവിടുന്ന് എണ്ണ വാങ്ങരുത്, പകരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം. നടക്കുന്ന കേസിൽ അവരുടെ രാജ്യങ്ങൾ പോലും, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, നാറ്റോ സഖ്യം പോലും ട്രംപ് പറയുന്നത് കേൾക്കുന്നില്ല. ചൈനയ്ക്കും ഈ പറയുന്ന ഇന്ത്യക്കും എതിരെ താരിഫ് ഉയർത്താൻ വന്നിട്ട് അവർ കേൾക്കുന്നില്ല. അപ്പൊ ട്രംപിന് ചെയ്യാൻ കഴിയുന്ന പണി ഒരു ഉപരോധം പ്രഖ്യാപിക്കുക എന്നുള്ളത്. ഉപരോധം പ്രഖ്യാപിക്കുമ്പോഴും ഈ കൂടെ ഇത്രയും രാജ്യങ്ങൾ നിൽക്കണ്ടേ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മറ്റുള്ളവരും. പഴയതുപോലെ എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഉപരോധം കേട്ട് നിൽക്കുന്ന കാലഘട്ടം അമേരിക്കയ്ക്ക് പോയി. കുറഞ്ഞ പക്ഷം അവരുടെ കൂടെ നിൽക്കുന്നവർ G7 ആയാലും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായാലും ഒക്കെ ഈ റഷ്യൻ എണ്ണകൾ വാങ്ങാതിരിക്കുക, ഒപ്പം തന്നെ അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണകൾ നിർത്തുക, ഒപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം. ഉപരോധം വരുമ്പോൾ ആ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിൽക്കുന്നോ അവരോട്ടുള്ള എല്ലാ കച്ചവടം നിൽക്കുമല്ലോ. അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായി തന്നെ റഷ്യ ഒരു ഞെരുക്കത്തിലേക്ക് പോകും. പക്ഷെ റഷ്യയെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. അത് റഷ്യക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റും വലിയ വിവാദമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധത്തിന്റെ കാരണം മുഴുവൻ, ഈ യുദ്ധം എന്ന് പറഞ്ഞ സെലൻസ്കിയും ബൈഡനും തമ്മിലുള്ള യുദ്ധമാണ്, അവരാണ് ഈ യുദ്ധത്തിന് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും വരില്ല. പക്ഷെ അവിടെ പുട്ടിന്റെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞ് അവിടുത്തെ ചില മാധ്യമങ്ങൾ പൂലുണ്ടാക്കുന്നുണ്ട്, റഷ്യയുടെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഏതായാലും റഷ്യയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരോധം വരുന്നതിന് മുമ്പ് തന്നെ അടിക്കുക, അതേ ഉള്ളൂ. ട്രംപ് ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് കലക്കുക. അത് നമ്മളെന്താ അതിന് പറയുന്നത്, ഈ കുളം കലക്കുക എന്ന് പറഞ്ഞത് ഇല്ലേ, എന്ന് പറഞ്ഞൊന്ന് കലക്കിയിടുക. അപ്പൊ തെളിയാൻ കുറെ സമയമെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഉപരോധം കുന്തോന്ന് വന്ന് ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ഇതാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് റഷ്യ ഇതേ രീതി, കാരണം റഷ്യ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിൻ നോക്കാനില്ല അവരെ സംബന്ധിച്ച്. അവർ ഇവരെ കൂടെ വലിച്ചതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ കലങ്ങി മറിയും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ പെട്ടെന്ന് തെളിയും, എല്ലാവരുടെയും ബുദ്ധി പെട്ടെന്ന് തെളിയും, നമുക്കിത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിലേക്കുള്ള വഴിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോളണ്ടിൽ അബദ്ധമായിട്ടായിരുന്നെങ്കിൽ റൊമേനിയയിൽ അബദ്ധമാണോ അല്ലയോ എന്ന് ഇതുവരെ റഷ്യ പറഞ്ഞിട്ടില്ല. ഏതായാലും 2 രാജ്യങ്ങൾ, 2 നാറ്റോ രാജ്യങ്ങൾ, നമ്മൾ മുമ്പും ഈ ചർച്ചകൾ സ്ഥിരമായി പറയുമായിരുന്നു, നാറ്റോ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പുടിൻ കയറി അടിക്കും, ഇല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്തും. അതൊരു യുദ്ധമായിട്ട് വരും. യുദ്ധമെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമാകണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് ദിവസത്തെ കാര്യം. കാരണം ഇത് ഈ വേൾഡ് മുഴുവൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, എല്ലാവരും ചാടി ഇറങ്ങും. അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരുപക്ഷെ മോദി വളരെ സജീവമായിട്ട് തന്നെ ഇറങ്ങുമെന്ന് തോന്നുന്നു. അതാണ് ഇതിൽ ബിജുചേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യം. ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് ചോദിച്ചത്, അതായത് ഇന്ത്യ ഇപ്പോൾ റഷ്യയെ ബാക്ക് ചെയ്തില്ലെങ്കിൽ റഷ്യ ഒന്ന് സമ്മർദ്ദത്തിലാകും എന്ന് ബിജുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്മർദ്ദത്തിലായാൽ റഷ്യ ഇത്രയും വലിയ ഒരു വിളച്ചിൽ കാണിക്കില്ല എന്ന് ബിജുചേട്ടനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയോട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ചുരുക്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം ഇത് റഷ്യയെ ഇങ്ങനെ ഇന്ത്യ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ താല്പര്യമാണ് നോക്കുന്നത്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ പശ്ചാത്തലമോ നമുക്ക് യാതൊരുവിധ റിഗ്രറ്റോ ഇല്ല, റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല.
സ്വാഭാവികമായിട്ട് ധാർമ്മികത വെച്ച് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനൊരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്? ഇന്ത്യയെ വേറെ ഏതെങ്കിലും ഇതുപോലുള്ള രാജ്യങ്ങൾ ഈ വൈരാഗ്യം വെച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അമേരിക്ക തന്നെ പാകിസ്ഥാനെ യൂസ് ചെയ്തായിരിക്കുമോ ആ സമയത്ത് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ പോകുന്നത്? ഇന്ത്യ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യയും പറയുന്നത്. അപ്പൊ അവരെ മാത്രമല്ല നമ്മളെയും കൂടെ ഇത് ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. ആ ഒരു കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് നമ്മളെയും ബാധിക്കുന്നതാണ്. നമ്മളെന്നല്ല എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ ധനുഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനെ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും. ഒരു നിഴൽ യുദ്ധം പോലെ അമേരിക്ക എല്ലായിടത്തും ചെയ്യുന്ന ഒരു പ്രോക്സി വാറാണ് അവർ ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായി തന്നെ അവർക്ക് പാകിസ്ഥാനെ ഉപയോഗിച്ച്, കാരണം ചൈന കൂടെ മറുകണ്ഠം ചാടിയിട്ടുള്ളത് കൊണ്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ കഴിയൂ. സ്വാഭാവികമാണത്, അത് സംശയമില്ല. ഇക്കൂട്ടത്തിൽ വേറൊരു രാജ്യം കൂടെ അവരുടെ കൈ കിട്ടിയിട്ടുണ്ട്, ബംഗ്ലാദേശ്. അവിടെ നിന്ന് ഭീകരവാദികൾ അറ്റാക്കോ മറ്റെന്തെങ്കിലോ ചെയ്യും. അവർക്ക് രണ്ട് വഴി അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ ശ്രീലങ്ക കണക്കുള്ള രാജ്യങ്ങൾ സൈലന്റ് ആയിട്ട് നിന്നു എന്ന് വരാം. ചൈനയെ സംബന്ധിച്ച് അവർക്ക് ഇതിനേക്കാൾ വലിയൊരു ലക്ഷ്യമായിട്ടായിരിക്കും ഇതൊന്ന് തുടങ്ങി കിട്ടാനാണ് അവർ കാത്തിരിക്കുന്നത്. ഇതിനുള്ളൊരു തയ്യാറെടുപ്പാണോ നടത്തുന്നത് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റഷ്യയും യുക്രൈനും യുദ്ധമുണ്ട്. അവർ നാറ്റോയുമായിട്ട് യുദ്ധം വരുമ്പം ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അസ്ഥിരമാക്കി അവിടെ നിന്നും ഈ മൂന്ന് പാട് നിന്നും ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണോ നടക്കുന്നത് എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, ഇന്ത്യ ആക്രമിക്കുക എന്നുള്ളതല്ല. അതിനകത്ത് മെയിനായിട്ടൊരു വാറ് വരാൻ സാധ്യത ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് വരാൻ സാധ്യത. ആ സമയത്ത് ഇപ്പൊ നേപ്പാളിൽ നിന്നോ, നമുക്ക് ഇപ്പോഴത്തെ നേപ്പാളിന്റെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല ഇപ്പോഴത്തെ എങ്ങനെയാണെന്നുള്ളത്. നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഈ അതിർത്തികളിൽ വലിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തിന്റെ ഒക്കെ ശ്രദ്ധ പല വഴിക്ക് പോകേണ്ടതായി വരും. ഇല്ല, നമ്മുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയും പല വഴിക്ക് പോകേണ്ടതായി വരും. അതായത് നമ്മളെ മാനസികമായിട്ട് അത് പിന്നോട്ടടിപ്പിക്കുന്നതിന് കാരണമാകും. ഈ ഒരു സാഹചര്യമായിരിക്കണം ഒരുപക്ഷെ അമേരിക്ക മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ ആയിരിക്കണം. എന്തായാലും ഇതിനൊരു മറുമരുന്ന് നമ്മുടെ കയ്യിലും കാണുമല്ലോ, എന്തായാലും കാണാതിരിക്കത്തില്ല. നമ്മുടെ ഭരണാധികാരികളും ഇതൊന്നും മുൻകൂട്ടി കാണാത്തവരൊന്നുമല്ല. നമ്മളെയും അത് ബാധിക്കും, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് ഒരു വിജയം ഇനി ആർക്കും ഉണ്ടാകില്ല. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നമ്മൾ തന്നെ ഇത്ര കടുംപിടുത്തം പിടിക്കാതെന്ന് വെച്ചാൽ നമ്മൾ വഴിയാണ് അവർക്ക് ഈ സാധനം എത്തുന്നത്. ഏതാണ് ഇപ്പോഴേ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡോയിലും മറ്റുമൊക്കെ മറ്റൊരു രൂപത്തിൽ അവരുടെ രാജ്യത്ത് അങ്ങനെയാണ് എത്തുന്നത്. അവർക്കും ആ വഴി അടയ്ക്കാൻ തയ്യാറാകില്ല. ആരും പട്ടിണി കിടന്നുകൊണ്ട് ട്രംപിനെ പൊക്കി തല വെക്കാൻ തയ്യാറാകത്തില്ലല്ലോ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ദാരിദ്ര്യത്തിൽ കിടന്നുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറാകില്ല. ഇപ്പൊ ഈ എണ്ണ വാങ്ങണ്ടെന്ന് തുർക്കി കേൾക്കുവോ? എനിക്ക് തോന്നുന്നില്ലത്. അങ്ങനെയാണെങ്കിൽ തുർക്കി അടുത്തല്ലേ ആദ്യം ട്രംപ് പറയേണ്ടത്, നിങ്ങൾ ആദ്യം നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. തുർക്കി നാറ്റോ രാജ്യമല്ലേ. ഈ കഴിഞ്ഞ സിന്ദൂറിന്റെ സമയത്ത് തുർക്കി എന്താ ചെയ്തത്? നമുക്ക് എതിരെ ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുകയല്ലായിരുന്നു ചെയ്തത്. നാറ്റോ രാജ്യമല്ലായിരുന്നു തുർക്കി. അപ്പൊ ഇവരുടെ ഒരു വൺ സൈഡ് അല്ലല്ലോ. അതായത് ഇവരുടെ കാര്യം വരുമ്പോൾ ഇന്ത്യ അവരോടൊപ്പം നിൽക്കണമെന്നും ഇവരുടെ കാര്യം കഴിയുമ്പോൾ ഇന്ത്യക്കെതിരെ അവരെല്ലാം കൂടെ അണിനിരക്കും എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടനും നമുക്കെതിരെ നിന്നിട്ടുണ്ട് പലപ്പോഴും. UK നിന്നിട്ടുണ്ട്, ഫ്രാൻസ് നിന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരും നല്ലവരായിട്ടില്ല. ഫ്രാൻസ് നമ്മളോട് നിർണായക ഘട്ടത്തിൽ നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട് പണ്ട്. പിന്നെ ചില സമയങ്ങളിൽ എതിർത്ത് നിന്നിട്ടുണ്ട്. ഇവർ ഈ UK എന്നൊക്കെ പറഞ്ഞത് എന്നും നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്ന രാജ്യങ്ങളൊന്നും അല്ല, നമുക്ക് എതിരെ തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം വ്യാപാര കരാറും മറ്റുമൊക്കെ ഈ അടുത്ത് ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം നിൽക്കുക. അപ്പൊ ഇവരുടെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം അവരോടൊപ്പം നിൽക്കണം, നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളവരുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് ഒരു ന്യായമുള്ള കാര്യമല്ല. പാകിസ്ഥാന്റെ ഒപ്പമല്ലായിരുന്നു അമേരിക്കയും ഈ തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, അല്ലേ? അപ്പൊ പിന്നെ എന്ത് ന്യായമാണ് ഇവർ പറയുന്നത്? അപ്പൊ ആ ന്യായത്തിനൊപ്പം നിന്നിട്ട് യാതൊരു കാര്യവുമില്ല.